വളരെ നല്ല എക്സ്പീരിയൻസ്. നിങ്ങൾ കണ്ടില്ലല്ലോ? നിങ്ങൾ കണ്ടോ? കുഞ്ഞിരാമായണം പോലുള്ള ഒരു നാടുകൾ ഫീൽ ചെയ്തു. പറയും. ഇല്ല, ഒരു വെബ് സീരീസാണ് മലയാളത്തിൽ വരുന്ന. എനിക്കൊന്ന് ഹോട്ട്സ്റ്റാറിൻ്റെ 3ാമത്തെ വെബ് സീരീസാണ്. ഇതിന് മുന്നേ വന്നുള്ള ജോണർ പറയല്ല, കുറച്ച് കോമഡി വെബ് സീരീസാണ്. അപ്പം ആൾക്കാർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കും. കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചില സമയങ്ങളിലൊക്കെ. അതൊക്കെ ഭയങ്കര രീതിയിൽ ഈ വെബ് സീരീസിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് കൂട്ടിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാം കുറച്ച് കൂട്ടിയാണ്, നമ്മൾ അങ്ങനെ ഒരു ഇത്തിരി എക്സാജറേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല. ഭയങ്കര തിയേറ്ററിലൊക്കെ നല്ല ചിരിയായിരുന്നു. ചില എക്സ്പ്രഷൻ കാണും. ആ ജയിച്ചു എന്ന് പറയുമ്പോൾ ഒക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇത് ഡയറക്ടറിന്റെ തന്നെ. അതെ 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 മൊത്തത്തിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ട് എൻഗേജിങ് ആണ്. പിന്നെ അത്യാവശ്യം ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ നീറ്റായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ല അഭിപ്രായമാണ് കണ്ടവരെല്ലാവരും പറഞ്ഞു. അപ്പം നമ്മളും ജനുവരി 5-ന് സ്ട്രീം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുന്നു. വെയിറ്റിംഗ്. കഥാപാത്രം കുറച്ചുകൂടെ ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ. അത് നല്ല ഫണ്ണിയാണ്. അത് അത്രയും അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയിൽ നിന്ന് സീരീസിലേക്ക് ഒരു തുടക്കമാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പം സിനിമ എന്ന പോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിലെ കഥാപാത്രം ഡിമാൻഡ് ചെയ്ത പോലെ പിന്നെ അതേപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും തോന്നുന്നു. ഒരു അയ്യോ വാ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. 5-ാം തീയതി സ്ക്രീനിങ് ആണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണണം. കണ്ടിട്ട് അഭിപ്രായം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വെബ് സീരീസ് ആണല്ലോ, അപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നത്. വെബ് സീരീസ് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യില്ലല്ലോ. അതല്ല, സിനിമയിലാണല്ലോ മെയിനായിട്ട്. എനിക്കവിടെ ആദ്യമായിട്ടായിരിക്കും ഒരു വെബ് സീരീസ് തിയേറ്ററിൽ നമ്മൾ മലയാളത്തിൽ സ്ക്രീൻ ചെയ്യുന്നത്. അല്ല, വെബ് സീരീസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എപ്പിസോഡായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 7 എപ്പിസോഡുണ്ട്. അപ്പോൾ അത് 7 എപ്പിസോഡായിട്ട് നമുക്ക് തിയേറ്ററിൽ കാണിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇത് OTTക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. വെബ് സീരീസാണ്. വെബ് സീരീസ് എന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ തോന്നിയോ? ഇല്ല, നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല. ഈ എഡിറ്റിലും കാര്യങ്ങളിലൊക്കെയാണ്. നമുക്കൊരു സിനിമ വരുമ്പം ഉണ്ടാവുന്ന പോലെ അല്ലല്ലോ. എല്ലാ എപ്പിസോഡിനും ഒരു ഇൻ്റർവൽ പഞ്ച് വേണമല്ലോ, ഒരു എൻഡിങ് പഞ്ച് വേണം. അത് എഡിറ്റിലും കാര്യങ്ങളും പോസ്റ്റ് പ്രൊഡക്ഷനിലായിരിക്കും അങ്ങനത്തെ ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ വലിയ ഡിഫറൻസ് അല്ല. എനിക്കറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ അവരുടെ കൂടെ ഷൂട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഷൂട്ടിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണല്ലോ അഭിനയിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞില്ലേ? എന്തോ ഉണ്ട്. ഇപ്പം കണ്ടില്ലേ?